ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ടെൻസിനുള്ള പ്രാധാന്യം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. കാരണം പല ടെൻസുകളുണ്ട്. പല ടെൻസിൽ മെയിനായിട്ട് പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നൊരു ഡിവിഷനുണ്ട്. ഇതിൽ ഓരോ ഡിവിഷനും വെച്ച് നാലെണ്ണം വീതമുണ്ട്. അതായത് പ്രസൻറ്റ് സിമ്പിൾ, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇങ്ങനെ 4 ഡിവിഷൻ ഓരോന്നിനുമുണ്ട്. പക്ഷേ ഇതിലെല്ലാം നമുക്ക് കുറേയൊക്കെ പിടികിട്ടും. പക്ഷേ നമുക്ക് മനസ്സിലാകാത്തൊരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങളായിരിക്കും നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു യൂറോപ്യൻ ലാംഗ്വേജിൽ സംസാരിക്കുന്ന ആരോടെങ്കിലും ചോദിച്ചാൽ അവർക്കൊരു കൺഫ്യൂഷൻ ഇല്ല. കാരണം അവരുടെ ഭാഷയിൽ ഉപയോഗിക്കുന്ന കാര്യമാണവർ. പക്ഷേ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഈ ഭാഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഭാഷയിൽ അങ്ങനെ ഒരു പ്രയോഗം ഇല്ല. നമ്മൾ പ്രസൻറ്റിൽ സംഭവിക്കുന്ന കാര്യത്തെ പ്രസൻറ്റിലായിട്ടും, പാസ്റ്റിൽ സംഭവിച്ചു പോയ കാര്യങ്ങളെ പാസ്റ്റായിട്ടും, വരാനിരിക്കുന്ന കാര്യങ്ങളെ ഫ്യൂച്ചറായിട്ടും മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പിന്നെ നമ്മൾ നമ്മുടെ ഭാഷയിൽ പലപ്പോഴും ഒരൊറ്റ വേർഡ് കൂട്ടിച്ചേർത്തായിരിക്കും ഈ കണ്ടിന്യൂസ് ടെൻസിനെയൊക്കെ നമ്മൾ നിർവചിക്കുന്നത്. പക്ഷേ നമ്മുടെ ഭാഷയിൽ ഇല്ലാത്തൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ടെൻസുകളാണ്. അപ്പോൾ പെർഫെക്റ്റ് ടെൻസ് പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആകാനുള്ള കാരണവും അത് തന്നെയാണ്. ഇനി എന്താണ് ഈ പെർഫെക്റ്റ് ടെൻസ്? നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് തന്നെ ആദ്യം എടുക്കാം. എന്താണ് എന്ന് ചോദിച്ചാൽ പ്രസൻറ്റ് പെർഫെക്റ്റ്, ഈ 2 വേർഡ് അതിനകത്തുണ്ട്. പ്രസൻറ്റ് ടെൻസാണ്, പ്രസൻറ്റിൻ്റെ സാന്നിധ്യം അതിലുണ്ടോ? ഉണ്ട്. എന്നാൽ പെർഫെക്റ്റ്, ആ പ്രസൻറ്റ് പെർഫെക്റ്റായി തീർന്നുപോയി. അതായത് എപ്പോഴാണോ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്, ആ ഉപയോഗിക്കുന്ന സംഭവം ആ സമയത്ത് ഒരു പാസ്റ്റ് എഫക്റ്റാണ്. അതൊന്നും കൂടി പറഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. അതായത് നമ്മൾ പ്രസൻറ്റിൽ നിന്ന് നമ്മൾ പാസ്റ്റിലേക്ക് പോവുക ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രസൻറ്റിലാണ്. പ്രസൻറ്റിൽ നിന്ന് പാസ്റ്റിൽ സംഭവിച്ച ഒരു കാര്യത്തെ നമ്മൾ വിശദീകരിക്കാനാണ് നമ്മൾ പലപ്പോഴും പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ ഉപയോഗിക്കുന്നത്. അതായത് പ്രസൻറ്റിലെ ചൊവ്വയുണ്ട്, പാസ്റ്റിൻ്റെ ചൊവ്വയുണ്ട്. അപ്പോൾ പ്രസൻറ്റിനും പാസ്റ്റിനും ഇടയിലുള്ള ഒരു പാലം പോലെ പ്രവർത്തിക്കുന്ന ടെൻസാണിത്. അതിനൊരു എക്സാമ്പിളാണ്, ഞാനിപ്പം ആഹാരം കഴിച്ചു എന്ന് വയ്ക്കുക. ഐ ഹാവ് ടേക്കൺ മൈ ഫുഡ്. ഞാൻ എൻ്റെ ആഹാരം കഴിച്ചു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? ആഹാരം എൻ്റെ വയറ്റിലുണ്ട്. അതായത് ആഹാരം കഴിച്ചു എന്ന് പറയുന്ന ആ പ്രവൃത്തി കഴിഞ്ഞു പോയി. പക്ഷേ അതിൻ്റെ റിസൾട്ടായ ആഹാരം എൻ്റെ വയറ്റിലുണ്ട് എന്നുള്ള അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുക. അത് പ്രസൻറ്റിൽ അതിൻ്റെ റിസൾട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്, എനിക്ക് പുതിയൊരു ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അതായത് എന്ത് ക്രിയയാണോ സംഭവിച്ചത്, ആ ക്രിയ പാസ്റ്റിൽ കഴിഞ്ഞു പോവുക തന്നെ ചെയ്തു. പക്ഷേ പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിൻ്റെ റിസൾട്ട് എൻ്റെ ശരീരത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. കാരണം ആ ആഹാരം എൻ്റെ വയറ്റിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പുതിയൊരു ആഹാരം കഴിക്കാനുള്ള ശേഷിയില്ല. ആ കഴിച്ചു എന്ന് പറയുന്ന ആ പാസ്റ്റിൽ നടന്ന സംഭവത്തിൻ്റെ റിസൾട്ട് എത്ര നേരം എൻ്റെ ശരീരത്തിൽ നിൽക്കുന്നോ അത്രയും നേരം അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അത്രയും നേരവും അത് പ്രസൻറ്റ് പെർഫെക്റ്റാണ്. മനസ്സിലായോ? ഇനി എനിക്കൊരു അസുഖം വന്നു, എനിക്കൊരു ചിക്കൻ ബോക്സ് വന്നെന്ന് വയ്ക്കുക. അപ്പോൾ ചിക്കൻ ബോക്സ് വന്നു എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ഗോട്ട് ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, ചിക്കൻ ബോക്സ് എന്ന് പറയുന്ന അസുഖം വന്നു. അതിൻ്റെ പാടുകളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ പ്രശ്നങ്ങളും അയാളുടെ ശരീരത്തിൽ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ മാർക്കുകളുണ്ട്, അതിൻ്റെ വേദനയുണ്ട്, അതിൻ്റെ വ്രണങ്ങളുണ്ട്. അയാൾക്ക് വന്നതിൻ്റെ റിസൾട്ട് ഇപ്പോഴും ശരീരത്തിലുണ്ട്. പ്രസൻറ്റുമായിട്ട് കണക്റ്റ് ചെയ്താണ് അയാൾ സംസാരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത സമയത്ത് എനിക്ക് സംഭവിച്ച കാര്യമാണ്, കഴിഞ്ഞുപോയി. പക്ഷേ അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ പരിണിത ഫലങ്ങൾ എൻ്റെ ശരീരത്തിൽ ഇപ്പോഴും ഉണ്ട്. ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പം എന്തെല്ലാം സംഭവങ്ങൾ സംഭവിച്ചോ അതിൻ്റെ എല്ലാം റിസൾട്ട് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, ആ റിസൾട്ട് നിലനിൽക്കുന്നിടത്തോളം കാലം അത് പ്രസൻറ്റ് പെർഫെക്റ്റാണ്.
ഇനി ഈ പ്രസൻറ്റ് പെർഫെക്റ്റിനെ പറയാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. ഒന്നും കൂടി പറഞ്ഞാൽ, ഞാനിപ്പോൾ പാലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഐ ഹാവ് പുട്ട് മിൽക്ക് ഓൺ ദ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുണ്ട്. ഞാനത് വെച്ചു എന്ന് പറയുന്ന സംഭവം പാസ്റ്റിൽ കഴിഞ്ഞു പോയി. പക്ഷേ അത് വെച്ചത് കൊണ്ട് അത് അതിനകത്ത് തണുത്തിപ്പിരിപ്പുണ്ട്. മനസ്സിലായോ? ഇനി പറ്റാത്തൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരിക്കലും ഞാൻ ഒരു ടൈം ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റത്തില്ല. ടൈം എന്നൊരു സംഭവം പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന ആ നിമിഷം പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് ആവും. കാരണം അത് അങ്ങനെയാണ്. കാരണം പാസ്റ്റ് ഒരു ടൈം എന്ന കാര്യം നമ്മൾ സ്പെസിഫൈ ചെയ്തു എന്നൊരൊറ്റ കാരണത്താൽ അതൊരു പാസ്റ്റായി, ഒരു പാസ്റ്റ് ഇൻസിഡൻ്റായി. അപ്പം ടൈം എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ കൂട്ടത്തിൽ എപ്പോൾ ചേർത്താലും അത് പാസ്റ്റായി പോകും. അതിനെ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയാൻ പറ്റത്തില്ല. പറ്റുന്ന ഒരു എക്സെപ്ഷണൽ കാര്യമുള്ളത് ഫോറിനും സിൻസിനുമാണ്. അതായത് ഒരു ഫോർ കൂട്ടി നമുക്കൊരു ടൈം പറയാം, സിൻസ് കൂട്ടി നമുക്കൊരു ടൈം പറയാം. ഫോറും സിൻസും ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഇതിലൊരു ടൈം പറയാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ച് നേരമായിട്ട് അങ്ങനെയാണ് നടക്കുന്നത്. ഫോർ എ ലോങ് ടൈം എന്ന് വെച്ചാൽ കുറച്ച് നേരമായിട്ട് അങ്ങനെയാണ്. ഇപ്പോഴും അതിൻ്റെ റിസൾട്ട് ഇവിടെയുണ്ട്. കുറച്ച് നേരമായിട്ട് അയാൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പം ഇപ്പോഴും അയാൾ കറച്ചുകൊണ്ടിരിക്കുക. ആ ഓട്ടത്തിൻ്റെ സ്പിരിറ്റ് കഴിഞ്ഞിട്ട് ഓട്ടം അയാൾ നിർത്തി, പക്ഷെ കറച്ചുകൊണ്ടിരിക്കുക. എൻ്റെ റിസൾട്ട് അവിടെ നിൽക്കുക. അങ്ങനെ മാത്രമേ ഇതിന് ഒരു ടൈം ഫ്രെയിം ഇതിന് പറയാൻ പറ്റത്തുള്ളൂ. ഇത് തന്നെയാണ് പാസ്റ്റ് പെർഫെക്റ്റിലും. അതായത് ഞാനൊരു പ്രവൃത്തി ചെയ്തതിന് മുമ്പ് സംഭവിച്ച കാര്യമാണ് പറയുന്നത്. ഞാൻ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. അപ്പം ഞാൻ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ കറണ്ട് പോയി. ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുക എന്ന് പറയുന്ന പ്രവൃത്തിയാണ് ആദ്യം നടന്നത്. അത് കഴിഞ്ഞപ്പോൾ കറണ്ട് പോയി. മനസ്സിലായി? അപ്പം ആദ്യം നടന്ന പ്രവൃത്തിക്കും പാസ്റ്റ് പെർഫെക്റ്റ് പറയും. പാസ്റ്റിൽ പറയുവാണെങ്കിൽ 2 പാസ്റ്റ് ഇൻസിഡൻസ് ഉണ്ടായതിൽ ഒരു പാസ്റ്റ് ഇൻസിഡൻസ് ആദ്യം ഉണ്ടായതിനും രണ്ടാമത് സംഭവിച്ചതിനും ആദ്യമേ പറയുന്നതിന് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ചേർക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം സംഭവിച്ച കാര്യം കഴിഞ്ഞിട്ടാണ് അടുത്ത സംഭവം ഉണ്ടായത്. അപ്പം രണ്ടാമത് നടന്ന കാര്യത്തിന് മുമ്പ് ഒരു കാര്യം നടന്നു. അപ്പം പാസ്റ്റിൽ നിന്ന് പാസ്റ്റിലേക്ക് പോവുക ചെയ്തേ. അപ്പോൾ പാസ്റ്റിലേക്ക് പോയതിന് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. ഇനി ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഫ്യൂച്ചറിൽ നിന്നിട്ട് ഫ്യൂച്ചറിൻ്റെ ഒരു പ്രത്യേക സമയത്തിന് മുമ്പ് അത് തീർന്നു പോകും. അടുത്ത വർഷം 2028 ഒക്ടോബർ മാസത്തിന് മുമ്പ് ഞാൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദാറ്റ് വർക്ക് ബിഫോർ ദ നെക്സ്റ്റ് 2027 ഓഗസ്റ്റ്. അതായത് ആ ഓഗസ്റ്റ്, ആ മാസത്തിന് മുമ്പ് ഞാനത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഫ്യൂച്ചറിൽ നിന്ന് നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഒരു പെർഫെക്ഷൻ കൊടുക്കുക. ആ ഫ്യൂച്ചറിൽ നമ്മൾ പറയുന്ന ആ പോയിൻ്റ് ഓഫ് ടൈമിന് മുമ്പ് അത് നമ്മൾ പെർഫെക്റ്റ് ചെയ്തിരിക്കും. മനസ്സിലായോ? ഇങ്ങനെ എവിടെയൊക്കെ ഒരു പോയിൻ്റ് ഇടുന്നോ, പാസ്റ്റിലൊരു പോയിൻ്റ് ഇട്ടിട്ട് അതിന് മുമ്പ് നമ്മളത് കംപ്ലീറ്റ് ആയതിനാണ് നമ്മൾ പാസ്റ്റിൽ പറയുന്നതെങ്കിൽ, പ്രസൻറ്റിൽ നമ്മൾ പറയുന്നത് ഈ പറയുന്ന മൂമെൻറ്റിന് മുമ്പ് കംപ്ലീറ്റ് ആയത്. അതിൻ്റെ റിസൾട്ട് അവിടെ നിൽക്കുക. പാസ്റ്റിൽ ആ പോയിൻ്റ് ഓഫ് ടൈമിന് മുമ്പ് കംപ്ലീറ്റ് ആവുകയും ആ പോയിൻ്റ് ഓഫ് ടൈമിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തത്. നമ്മൾ ഫ്യൂച്ചറിലേക്ക് പറയുമ്പം ഫ്യൂച്ചറിൽ ഒരു പോയിൻ്റ് ഓഫ് ടൈം ഇട്ടിട്ട് ആ ടൈമിന് മുമ്പ് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും എന്ന് പ്രെഡിക്റ്റ് ചെയ്യുക, ആ പോയിൻ്റ് ഓഫ് ടൈമിന് മുമ്പ്. അപ്പം പറയുന്ന ഫ്യൂച്ചറിലാണെങ്കിൽ ഫ്യൂച്ചറിൻ്റെ ഒരു പെർഫെക്ഷന് മുമ്പ് സംഭവിക്കുന്നു. പാസ്റ്റിലാണെങ്കിൽ പാസ്റ്റിൻ്റെ ഒരു പെർഫെക്ഷന് മുമ്പ് സംഭവിക്കുന്നു. പ്രസൻറ്റിലാണെങ്കിൽ പ്രസൻറ്റിൻ്റെ ഒരു പെർഫെക്ഷന് മുമ്പ് സംഭവിക്കുന്നു എന്ന രീതിയിലാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിനകത്തെ അസ്ഥിരത ഉണ്ടാക്കുന്നതും ഇതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും. എവിടെയാണോ സംഭവം നടക്കുന്നത് ആ പോയിൻ്റ് ഓഫ് ടൈമിൽ അത് സംഭവിച്ചതിൻ്റെ റിസൾട്ട് ആ പറയുന്ന മോമെൻറ്റിലുണ്ട്. അത് പ്രസൻറ്റിലാണെങ്കിൽ ആ പോയിൻ്റ് ഓഫ് മോമെൻറ്റിൽ അതിൻ്റെ റിസൾട്ട് അവിടെ നിലനിൽപ്പുണ്ട്, സംഭവം കഴിഞ്ഞു പോയി. ഫ്യൂച്ചറിലാണെങ്കിൽ ആ പോയിൻ്റ് ഓഫ് മുമ്പിന് നമ്മൾ പ്രിഡിക്ഷനാണ്.
മുമ്പ് അതിൻ്റെ റിസൾട്ട് സംഭവിച്ചിരിക്കും. അതുകൊണ്ട് ആ പോയിൻ്റ് ഓഫ് ടൈമിൽ അത് കംപ്ലീറ്റ് ആവും. പാസ്റ്റിലാണെങ്കിൽ നമ്മളൊരു 2 ഇൻസിഡൻസ് നടന്നു. അതിൽ രണ്ടാമത്തെ ഇൻസിഡൻറ്റ് നടക്കുന്നതിന് മുമ്പ്, രണ്ടാമത്തെ ഇൻസിഡൻറ്റിൻ്റെ ആ പോയിൻ്റ് ഓഫ് ടൈമിന് മുമ്പ് അത് കംപ്ലീറ്റ് ആയി. അതിൻ്റെ റിസൾട്ട് ആ പാസ്റ്റിലെ പോയിൻ്റ് ഓഫ് ടൈമിൽ നിലനിൽക്കുന്നു. ഫ്യൂച്ചറിലാണെങ്കിൽ ഫ്യൂച്ചറിൽ ആ പോയിൻ്റ് ഓഫ് ടൈമിൽ അത് കംപ്ലീറ്റ് ആയി, അതിൻ്റെ റിസൾട്ട് നിലനിൽക്കുന്നു. ഇതാണ് പെർഫെക്റ്റ് ടെൻസിൻ്റെ നിഗൂഢതയും ഇതാണ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ടാക്കുന്ന കൺഫ്യൂഷന് കാരണവും. നമ്മുടെ ലാംഗ്വേജിൽ അങ്ങനെ ഒരു പ്രയോഗം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കിത് ബുദ്ധിമുട്ടാകുന്നത്. താങ്ക് യു.